എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിലെ ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീ ആർ ബൈജു ചന്ദ്രൻ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കിന്ന് സ്റ്റുഡിയോയിൽ തത്സമയ ഫോണിൻ പരിപാടിക്കായി എത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഡിവിഷണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ബൈജു ചന്ദ്രനെ ശ്രോതാക്കളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. എല്ലാവർക്കും നമസ്കാരം. ശ്രോതാക്കൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി തൊഴിൽ എങ്ങനെ കിട്ടും, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി തൊഴിലുമായി ബന്ധപ്പെട്ട് പുതുതായി രൂപീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയെക്കുറിച്ചൊക്കെ അറിയുവാൻ താല്പര്യപൂർവ്വം കാത്തു നിൽക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നത് എന്താണെന്ന് പ്രാഥമികമായിട്ടൊന്ന് പറഞ്ഞിട്ട് ആരംഭിക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നേ നമ്മുടെ സങ്കല്പത്തിൽ വരുന്നത്, നമ്മൾ ആ സ്ഥാപനത്തിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യുന്നു, നമ്മളൊരു തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നു, കുറച്ചു കാലം കഴിയുന്നവരെ നമുക്ക് തൊഴിൽ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. ഇതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള നമ്മുടെ പൊതുവെയുള്ള ഒരു സങ്കല്പം. പക്ഷേ നമുക്കറിയാം, കാലം ഒരുപാട് കടന്നുപോയി, ഒരുപാട് മാറ്റങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ലോകത്തിലെ തൊഴിൽ കമ്പോളം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ILOയുടെ ഒരു പഠനത്തിൽ പറയുന്നത്, ഏകദേശം 10-20 വർഷം കഴിയുന്നതന്നെ ലോകത്ത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഇല്ല എന്നുള്ള ഒരവസ്ഥയെത്തുന്നതാണ് പറയുന്നത്. AI എന്ന് പറയുന്ന സാങ്കേതിക സംവിധാനം ഒരുപാട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം തോറും നിമിഷം തോറും ഒരുപാട് മാറ്റങ്ങളാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തൊഴിൽ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന് അപ്രാപ്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് ILO ഇപ്പോൾ തന്നെ നമുക്ക് മുൻകൂറായി വാണിംഗ് തരുന്നുണ്ട്. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആദ്യ ശ്രോതാവിൻ്റെ കോൾ എടുക്കാം. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഹലോ. പറയാം. എവിടെ നിന്നാണ്? പറഞ്ഞോളൂ. പറഞ്ഞു. പേരെന്താണ്? എൻ്റെ പേര് ദിനേശ്. ദിനേശ്. ഓക്കെ, ചോദിച്ചോളൂ. സാറേ, എംപ്ലോയറി നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് പാസ്സായ സർട്ടിഫിക്കറ്റ് എന്റെ മകളുടെ രജിസ്റ്റർ പറഞ്ഞു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതിപ്പം സിസ്റ്റത്തിൽ ഡബിൾലോഡ് ചെയ്തെടുത്ത് അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് സാർ ലഭിക്കുന്നത്? നിങ്ങൾ ഏത് ITIയിലാണോ നിങ്ങൾ പഠിച്ചത്, അതിനൊരു ട്രെയിനിങ് ഡയറക്ടറേറ്റ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ജോലിയാണ്. അപ്പം ആ രീതിയിലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. പിന്നെ വേറൊരു സംശയം, യെസ്, ഈ തൊഴിലില്ലായ്മ വേതനം എന്ന് പറയുന്നത് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ സാർ? ഉണ്ട്. തൊഴിലില്ലായ്മ വേതനം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കുറഞ്ഞത് 3 വർഷത്തെ സീനിയോറിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഞാൻ ആവർത്തിക്കാം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ തന്നെ 3 വർഷം നമുക്ക് രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് നമുക്ക് രജിസ്ട്രേഷൻ ലാപ്സ് ആവലും, അതായത് നമ്മളുടെ നിയമം അനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് നമ്മൾ ആ രജിസ്ട്രേഷൻ പുതുക്കണം. അപ്പോൾ അത് പുതുക്കണമെങ്കിൽ നമുക്കിപ്പം ഓൺലൈനായിട്ട് സംവിധാനമുണ്ട്. അപ്പോൾ പുതുക്കൽ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ തൊഴിലില്ലായ്മ വേതനം കിട്ടത്തുള്ളൂ. അടുത്തത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനം 12,000 രൂപയിൽ കവിയാൻ പാടില്ല. അതേപോലെ വ്യക്തിഗത വരുമാനം 100 രൂപയിൽ കവിയാൻ പാടില്ല. ഒരുപക്ഷെ ഇത് കുറേ കാലങ്ങളായിട്ട് ഉള്ള ഒരു കണ്ടീഷൻസാണ്. ആ കണ്ടീഷൻസ് സർക്കാർ ഉടനടി ഇതിൻ്റെയൊക്കെ പരിധി ഉയർത്തും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ SLC പാസ്സായിരിക്കണം. തൊഴിലില്ലായ്മ വേതനം കിട്ടണമെങ്കിൽ SLC പാസ്സായിരിക്കണം. അതേപോലെ പട്ടിക വർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് SLC പരീക്ഷ എഴുതിയിരിക്കണം എന്നേ ഉള്ളൂ, പാസ്സാകണമെന്നില്ല. അതേപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2 വർഷത്തെ സീനിയോറിറ്റി മതിയാകും. നിലവിൽ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 120 രൂപയാണ്. 120 രൂപയാണ് ഒരു മാസം. അപ്പം നമ്മൾ 6 മാസം കൂടുമ്പം ഒരുമിച്ചാണ് ഈ പൈസ ഈ ഉദ്യോഗാർത്ഥികളുടെ കൈകളിലെത്തിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങേണ്ടുന്നത് നിങ്ങൾ താമസിക്കുന്ന, ഇപ്പം നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്
അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് പഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. അവിടെ ഈ ബന്ധപ്പെട്ട സെക്ഷനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അവിടുന്ന് ആപ്ലിക്കേഷൻ കിട്ടും. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ തന്നെയാണ് ഏൽപ്പിക്കേണ്ടുന്നത്. അവിടെ ആപ്ലിക്കേഷൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അവർ വെരിഫിക്കേഷന് വേണ്ടി ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് അയക്കും. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ പരിശോധന നടക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ ഇത് പുതുക്കിയിട്ടുണ്ടോ, നിങ്ങൾക്ക് 3 വർഷം സീനിയോറിറ്റി ഉണ്ടോ, അതെല്ലാം നമ്മൾ അവിടുന്ന് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ പരിശോധിച്ചിട്ട് അത് എന്താണ് നമ്മൾ തൊഴിലില്ലായ്മ വേതനം സാങ്ഷനാക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ വീണ്ടും തിരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരും. സർക്കാർ പൈസ അലോട്ട് ചെയ്യുന്നത് നമുക്കാണ്. നമ്മളിത് കണക്കനുസരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഈ ക്യാഷ് നമ്മൾ കൈമാറും. അവിടെ നിന്നാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്. അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഇപ്പം എല്ലാം നമ്മൾ ഓൺലൈൻ സേവനങ്ങളാണല്ലോ. അതെ, ഒന്നാമത് ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നാമത് അറിവില്ല. ഇങ്ങനെ ഒരു പദ്ധതി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് ഉണ്ടെന്നറിയില്ല. പിന്നെ ഞാൻ ആദ്യം നിങ്ങളോടൊക്കെ പിന്നെ പറഞ്ഞിരുന്നുണ്ട്, അതായത് ഇതിനകത്തുള്ള ഈ കണ്ടീഷൻസ്. കാരണം വ്യക്തിഗത വരുമാനം 100 രൂപ എന്ന് പറയുന്നത് അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പം ആ പരിധിക്കകത്ത് വരുന്ന ആൾക്കാർക്ക് ഇത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കും എന്നാലും ഇപ്പോഴും നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും തൊഴിലില്ലായ്മ വേതനം വാങ്ങിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. നമ്മളതാണ്ട് ഈ അടുത്ത ഒരു 6 മാസത്തേക്കുള്ള തൊഴിലില്ലായ്മ വേതനം നൽകുവാനുള്ള ഫണ്ടിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സർക്കാരിൽ കൊടുത്തിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ ഈ കഴിഞ്ഞ 6 മാസത്തെ തൊഴിലില്ലായ്മ വേതനത്തിൻ്റെ തുക ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തുന്നതായിരിക്കും. പിന്നെ സാർ വേറൊരു കാര്യം, ഇതിന്റെ ഒരു കണ്ടീഷനിലെ സാർ, ഈ കാലയളവിൽ മറ്റൊരു കോഴ്സുകൾ പഠിക്കാൻ പാടില്ല എന്നുണ്ട്. മറ്റൊരു കോഴ്സുകളും ഈ കാലയളവിൽ പഠിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ കാലയളവിൽ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയായിരിക്കുകയാണ്. നമ്മൾ തൊഴിൽ അന്വേഷകനല്ല, നമ്മൾ വിദ്യാർത്ഥിയാണ്. അപ്പം അതൊരു കണ്ടീഷൻ വെച്ചിട്ട് ഈ പൈസ നമുക്ക് കൈപ്പറ്റാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു കണ്ടീഷൻ വച്ചിരിക്കുന്നത്. കണ്ടോ? ശരി സാർ, താങ്ക് യു. നന്ദി സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ വിശദമായ വളരെ വലിയൊരു വിഷയമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തത്. ഒരാളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തൊഴിലില്ലായ്മ വേതനം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും തീർച്ചയായും ഇതുവഴി മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു പക്ഷേ ഇനിയും ശ്രോതാക്കൾ അതേക്കുറിച്ച് ചോദിച്ചേക്കാം. അങ്ങനെ ഈ പറഞ്ഞ 100 രൂപ എന്നുള്ളത് ഈ പരിധി തീർച്ചയായിട്ടും വൈകാതെ തന്നെ ഉയർത്തി സർക്കാരിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വ്യക്തിഗത വാർഷിക വരുമാനം, അതെ, കുടുംബത്തിന്റെ വരുമാനം 12,000. അതിൽ കുറഞ്ഞ ഒരാളും ഇപ്പോൾ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഈ പദ്ധതി നേരിടുന്ന ഒരു വെല്ലുവിളി അത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പരിധി ഉയർത്തും. ഈ വരുമാന സർട്ടിഫിക്കറ്റ് പക്ഷേ വില്ലേജിൽ നിന്നാണ് വാങ്ങിക്കുക. അതെ. തീരെ ഒരു വരുമാനവും ഇല്ലാത്ത ഒരു ആശ്രിതരായി കഴിയുന്നവർ മാത്രമേ ഇതിനർഹരായിട്ടുണ്ടാവത്തുള്ളൂ. വളരെ ലോ പോവർട്ടിയിൽ കഴിയുന്ന ആൾക്കാരാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്കത് പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പോഴും. പക്ഷേ ഇപ്പോഴും ഉണ്ടെന്നാണ്, ഈ പദ്ധതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ഈ ഒരു ഉത്തരത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. എനിക്കിതിപ്പോൾ ഇതിനകത്തിപ്പം പ്രാഥമികമായിട്ട് പറയാനുള്ളത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനത്തെ പറ്റി പൊതുവേ ജനങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പ്രാഥമികമായിട്ട് അതിലേക്കൊന്ന് കിടക്കുന്നതായിരിക്കും. ഒന്നാമത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഉദ്യോഗാർത്ഥി 14 വയസ്സ് പൂർത്തിയായാൽ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് പോയി പേര് രജിസ്റ്റർ ചെയ്യാം. സാധാരണ ആൾക്കാർ ആലോചിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ SLC പാസ്സായിരിക്കണം. എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്നത്, എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നതാണ്, SLC പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് ഓരോ ഓട്ടമാണ്. ആ ഓടുന്നതിന് അർത്ഥമുണ്ട്. കാരണം യെസ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ സെലക്ഷൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഫസ്റ്റ് മാനദണ്ഡം സീനിയോറിറ്റിയാണ്. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം സീനിയറായി. അദ്ദേഹത്തെ പരിഗണിച്ചിട്ട് അടുത്ത ആളിനെ പരിഗണിക്കും. അപ്പം അതിനകത്ത് പലപ്പോഴും ഉദ്യോഗാർത്ഥികളിൽ നമുക്ക് കിട്ടുന്ന ഒരു പരാതി എന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾ അയലത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ എംപ്ലോയ്മെൻറ്റ് വഴി കിട്ടിയിരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കത്
വിഷയമായിട്ട് തോന്നും. അദ്ദേഹത്തിന് എംപ്ലോയ്മെൻറ്റ് വഴി ജോലി കിട്ടി, ഞങ്ങൾ രണ്ടുപേരും ഒരേ വർഷമാണ് SLC പാസ്സായത്. ഓക്കെ, അടുത്തൊരു ശ്രോതാവിലേക്ക് കടക്കാം. ഹലോ. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം, തിരുവനന്തപുരത്ത് കല്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ സംസ്ഥാന സർക്കാർ സർവീസ് പെൻഷനാണ്. ഞാനൊരു സജഷന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അസംബ്ലിയിൽ ചോദ്യം ചോദിക്കുന്നത് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എത്ര പേര് രജിസ്റ്റർ ചെയ്യുന്നു, അവർ ഇത്ര ലക്ഷം എന്ന് പറയും. പക്ഷെ അത് ധാരാളം പേർക്ക് സംസ്ഥാന സർക്കാരിലോ കേന്ദ്ര സർക്കാരിലോ ജോലി കിട്ടി കാണും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരത് പിന്നെ അതിനെക്കുറിച്ച് ഒരു ബോധം ചെയ്യാറില്ല. പക്ഷെ ചില ജോലികൾക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിർബന്ധമായിരിക്കും. ഇപ്പൊ ഞാൻ വന്ന് 24 വയസ്സ് സംസ്ഥാന സർക്കാർ ജോലിക്ക് കയറിയ ശേഷം എംപ്ലോയ്മെന്റ് കാർഡ് പുതുക്കിക്കൊണ്ടിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ യോഗ്യത അനുസരിച്ച് സംസ്ഥാന സർക്കാരിൽ കിട്ടിയ ജോലിയേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന വേറൊരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. അതിൽ എംപ്ലോയ്മെന്റിൽ അവർ ചോദിക്കും, നിങ്ങൾ നമ്മുടെ രജിസ്ട്രേഷൻ കാർഡ് ചോദിക്കും. എക്സാമ്പിൾ ISR ഇപ്പോഴും നിയമമുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഏജ് ഓവറായി, അങ്ങനെ അവിടെ ജോലിക്ക് എൻട്രി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതുപോലെ ധാരാളം പേര് ഇങ്ങനെ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റിനെ അറിയിക്കാൻ. അപ്പൊ അതിൽ എനിക്ക് സജഷൻ പറയേണ്ടത്, എംപ്ലോയ്മെന്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവരെ പ്രവേശനം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ എഴുതി വാങ്ങിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ചിലർ ഇല്ല എന്ന് പറയും. അപ്പോഴും എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, കേരളത്തിൽ ഒരു എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടോ ഡിക്ലറേഷൻ വാങ്ങിക്കുക. ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് പറഞ്ഞാൽ അവരുടെ എംപ്ലോയി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വാങ്ങിക്കുക. അത് ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റോ അല്ലെ റിക്രൂട്ടിംഗ് അധികാരിയോ അത് കൺസേൺഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇവർക്ക് പിന്നെ പറയാം, എനിക്കിത് വേറെ ജോലി എംപ്ലോയ്മെന്റ് വഴിയുള്ള ജോലിക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് വാങ്ങിച്ച് അത് എംപ്ലോയ്മെന്റിന് ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം കുറയും. എംപ്ലോയ്മെന്റ് തൊഴിൽ വകുപ്പിനും ആവശ്യമില്ലാത്ത ജോലികളുടെ ഭാരം കുറയുകയും ചെയ്യും. അതിപ്പോ ഗവൺമെന്റ് ലെവലിൽ എടുക്കേണ്ട കാര്യങ്ങളാണ്. എത്രയോ പേരെ എനിക്കറിയാം രജിസ്റ്റർ ചെയ്യും, ചിലവര് പുതുക്കും, ചിലവര് പുതുക്കാറില്ല, ചിലവര് ജോലി കിട്ടിയിട്ട് വെറുതെ പോകും. ഇപ്പൊ ഞാൻ പുതുക്കിന്ന് പറഞ്ഞല്ലോ, എനിക്ക് ISRലൊരു എന്നേക്കാൾ വലിയൊരു ജോലിക്ക് കയറുന്ന താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരുടെ അനുവദിക്കാം. അങ്ങയുടെ പേരെന്താണ്? പേര്? എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. പിന്നെ ബാലസുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സജഷനാണ്. പക്ഷേ ഇതൊരു മനോഭാവത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. കാരണം സാറ് വളരെ ആഴത്തിൽ ഈ പ്രശ്നത്തെ പറ്റി ആലോചിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സജഷൻ വെച്ചത്. കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് സമൂഹത്തിലെ തൊഴിലില്ലായ്മ. ഒരു പക്ഷേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഒരാൾക്ക് ജോലി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെ ഒരു പക്ഷേ PSC വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വഴി ജോലി കിട്ടിക്കഴിഞ്ഞാലും ആ കാൻഡിഡേറ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ അറിയിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രേഖ നമ്മൾ എടുത്തിട്ട് അദ്ദേഹം എംപ്ലോയിഡാണ്, അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സേവനം ആവശ്യമില്ലാന്ന് നമ്മൾ അതിനകത്ത് എഴുതി വെക്കും. അതിനുള്ള സൗകര്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലുണ്ട്. പക്ഷേ ഇത് അവിടെയാണ് സാറേ പറഞ്ഞത് എന്താണ് നമ്മളെ മനോഭാവം. ഇപ്പം സാർ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? സാർ ഈ കാര്യങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കുന്ന കാരണം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലിയുള്ള ഒരാളെ അയച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരാളുടെ സാധ്യതയാണ് അവിടെ ഇല്ലാതാവുന്നത്. അപ്പോൾ ഇത് വളരെ വിശാലമായിട്ടും സൂക്ഷ്മമായിട്ടും ഓരോ ആൾക്കാരും പരിശോധിച്ച് അവർ തന്നെ സ്വയം തോന്നി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് സർക്കാരിനൊരു പ്രത്യേക ഉത്തരവൊന്നും ഇറക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഡിക്ലറേഷൻ വാങ്ങുക, എനിക്ക് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ മതി. അപ്പൊ മിസ്സിംഗ് വരുന്നില്ല, കൃത്യമായിട്ട് ചെയ്താൽ മതി. അങ്ങനെ അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എംപ്ലോയി അസംബ്ലിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ജനങ്ങൾ തരും, ഒരു 20 ലക്ഷം പേർക്ക് കേരളത്തിൽ ജോലിയില്ല, ഈ സർക്കാർ എന്ത് ചെയ്യും? ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങള് കുറെ പേര്, അപ്പൊ ഇതില് കുറെ പേര് ജോലി കിട്ടിയവരായിരിക്കും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. സാറ് ബാലസുബ്രഹ്മണ്യൻ സാറിന്റെ വളരെ നല്ലൊരു സജഷനാണ് പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ തലത്തിലും ഈ ജോലി കിട്ടിയതിന് ശേഷം ഇങ്ങനൊരു നടപടി വേണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച വിവരങ്ങൾ അറിയാവുന്നതാണ്. വേണമെങ്കിൽ അങ്ങനെ ഒരു നടപടി ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഒരു വീഴ്ചയില്ലാതെ അറിയിക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ബാലസുബ്രഹ്മണ്യത്തിന് ഒരു നന്ദി അറിയിക്കുകയാണ് ഇതൊരു സജഷൻ വെച്ചതിന്. നമുക്ക് അടുത്തൊരു ശ്രോതാവിലേക്ക് പോവാം. തൊഴിലാണല്ലോ നമ്മുടെ വിഷയം, അതാണ്. ഹലോ, നമസ്കാരം സാർ. പറഞ്ഞോളൂ. നമസ്കാരം. ഈ സീനിയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് 7 മാനദണ്ഡം വെച്ചാണ് ഇടുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം എന്റെ മോള് 25 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. പക്ഷെ ഇതുവരെ ഒരു ഇന്റർവ്യൂവിനോ ഒന്നിനും വിളിച്ചിട്ടില്ല. അപ്പൊ ആ മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, പറയാം. അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ പല യോഗ്യതയുള്ള
ആൾക്കാരാണ് പേര് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ തസ്തികയുടെയും സീനിയോറിറ്റി ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു സീനിയോറിറ്റി ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി 3 വർഷമാണ്. ആ 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റിൻ്റെ യോഗ്യത, ഇപ്പോൾ ഉദാഹരണത്തിന് LD ക്ലർക്ക് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിൻ്റെ യോഗ്യത SLC പാസ്സായിരിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ SLC പാസ്സായ ആൾക്കാരുടെ ഒരു പ്രത്യേക വർഷം വരെയുള്ള ആ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി അവിടെ വെക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പോൾ LD ക്ലർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും താൽക്കാലികമായിട്ടുള്ള വേക്കൻസിയാണ് കിട്ടുന്നത്. ഇപ്പോൾ PSCയിൽ റാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി LD ആയിട്ട് ആൾക്കാരെ എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് അവരുടെ മുൻഗണന അനുസരിച്ചും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും അവരുടെ അതിനകത്തൊരു ഉണ്ടല്ലോ, ഇപ്പോൾ ഒന്നാമത് ഇരിക്കുന്ന ആരാണ്, അപ്പോൾ അവിടെ സീനിയോറിറ്റിയാണ് വിഷയം. സീനിയോറിറ്റി അനുസരിച്ചാണ് ഈ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിനകത്ത് നിന്നാണ് നമ്മൾ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തത്. അത് മാത്രമല്ല, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കൊടുക്കുന്ന വേക്കൻസികൾക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് സാമൂഹ്യ നീതി നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. കാരണം റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും അറിയേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു സീനിയോറിറ്റി ലിസ്റ്റിൽ ചിലപ്പം 1000 പേരുണ്ടാകും. അപ്പോൾ 1000 പേരെന്താണ് അവരുടെ സീനിയോറിറ്റി ഗ്രേഡ് അനുസരിച്ചാണ് ഇങ്ങനെ താപ്പോട്ട് വരുന്നത്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപക്ഷെ പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ അനുസരിച്ചാണ് നമ്മളെന്താണ് സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ 25 വർഷം കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം എന്താണ് ശരിക്കും ആൾക്കാർ? അല്ല, നമ്മൾ ഏത് വർഷമാണ് SLC പാസ്സായത്? 99 SLC പാസ്സായി. അപ്പോൾ 99 തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പം സീനിയോറിറ്റിക്കകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ക്വാളിഫിക്കേഷൻ SLC ഉണ്ട്, ഹിന്ദി പ്രധാനസഭയുടെ ഹിന്ദി പഠിക്കുന്നതിനാക്കിയിട്ടുണ്ട്, പിന്നെ BCom ഉണ്ട്, ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സീനിയോറിറ്റി ലിസ്റ്റുകളിലും മാഡം പ്രായപരിധിക്കകത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സീനിയോറിറ്റി ലിസ്റ്റുകളിലും മാഡത്തിൻ്റെ പേര് കാണും. നമ്മൾ ചെയ്യേണ്ടുന്നത് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് കാർഡ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആ കാർഡ് നോക്കിയിട്ട് ഏതൊക്കെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നമുക്ക്. അതാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. നമുക്കത് ഓൺലൈനായിട്ട് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ചെയ്യാം. അപ്പോൾ 25 വർഷം എന്ന് പറയുന്നത് ഒരുപക്ഷേ മാഡത്തിനേക്കാൾ മുൻപ് ഇതേപോലത്തുള്ള ക്വാളിഫിക്കേഷനുമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുണ്ടാവും. അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസി വളരെ കുറവായിരിക്കാം. അങ്ങനത്തുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ, ഇപ്പം 99 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ഒരു ആൾ, ഞാനതാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് സീനിയോറിറ്റിയുടെ വിഷയം. 99 SLC പാസ്സാവുന്നു. പക്ഷേ അദ്ദേഹം പേര് രജിസ്റ്റർ ചെയ്യുന്നത് 2000-ലാന്നിരിക്കട്ടെ. ഒരു വർഷം സീനിയോറിറ്റി പോയി. ഒരു വർഷം സീനിയോറിറ്റി പോയെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും നമ്മുടെ മുന്നേ സീനിയോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത പരുങ്ങലിലാവുകയാണ് അവിടെ. അപ്പം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ സീനിയോറിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പുതുക്കലും വേണം. 3 വർഷം പുതുക്കുന്ന എത്ര ദിവസം? പുതുക്കുന്നത് നമ്മൾ 3 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ എന്നാണോ ആ ഡേറ്റ് വരുന്നത് ആ മാസത്തിന് നമുക്ക് 2 മാസം ഗ്രേസ് പീരീഡ് ഉണ്ട്. ഉദാഹരണത്തിന് ഓഗസ്റ്റിൽ പുതുക്കാനുള്ള ഒരു കാർഡ് ഓഗസ്റ്റിലും പുതുക്കാം, സെപ്റ്റംബറിലും പുതുക്കാം, ഒക്ടോബറിലും പുതുക്കാം. 2 മാസം ഗ്രേസ് പീരീഡ് ഉണ്ട്. പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ 1 വർഷമുണ്ട്. 1 വർഷം നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിളിച്ച ഈ ശ്രോതാവ് പറഞ്ഞു അധിക ക്വാളിഫിക്കേഷൻസ് കിട്ടിയെന്ന് പറഞ്ഞു. അതെല്ലാം ഇവിടെ രണ്ടാമതൊന്ന് ആഡ് ചെയ്യണ്ടേ? അല്ല, ആഡ് ചെയ്ത് കാണും. അതൊക്കെ നമുക്ക് അവരുടെ കാർഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനകത്തൊക്കെ തൊഴിൽ നമ്പറുകളുണ്ട്. ഓരോ ക്വാളിഫിക്കേഷനും ഓരോ നമ്പറാണ്. ആ നമ്പറൊക്കെ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ കാണാം. എനിക്ക് തോന്നുന്നു അവർ ചോദിച്ച ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമുക്കത് അറിയാൻ സംവിധാനമുണ്ട് അല്ലേ? നമ്മുടെ ഒരു ലിസ്റ്റിൽ തീർച്ചയായിട്ടും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഈവൻ നമ്മൾ ഫോൺ വഴി ചോദിക്കുകയാണെങ്കിൽ പോലും പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. സാധാരണ നമുക്ക് നേരിട്ട് ഓഫീസ് ടൈമിൽ തിങ്കൾ മുതൽ സർക്കാർ ഓഫീസിൻ്റെ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എൻക്വയറിക്ക് സംവിധാനങ്ങൾ അവിടെ തീർച്ചയായിട്ടും എൻക്വയറി കൗണ്ടർ എന്നും പറഞ്ഞ എല്ലാ ജില്ലാ എക്സ്ചേഞ്ചിലും എൻക്വയറി കൗണ്ടർ എന്നും പറഞ്ഞൊരു കൗണ്ടർ തന്നെയുണ്ട്.
നമുക്കിതല്ലാതെ ഇപ്പോൾ എല്ലാം ഓൺലൈൻ്റെ ഒരു കാലഘട്ടമാണ്. ഓൺലൈനായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാൻ എന്താ മാർഗമുള്ളത്? ഓൺലൈനായിട്ട് നമ്മളെ പിന്നെ വെബ്സൈറ്റ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പദ്ധതി ഉൾപ്പെടെ അതിലുണ്ട്. ഈവൻ നമുക്ക് സീനിയോറിറ്റി ലിസ്റ്റ് പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ലിസ്റ്റ് പോലും കാണാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ സുതാര്യമാണ് ഈ കാര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു ശ്രോതാവിലേക്ക് കടക്കാം. ഹലോ, എവിടെ നിന്നാണ്? ഞാൻ നമ്മള് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ ഒത്തിരി വർഷമായി. 10ാം ക്ലാസ് പാസ്സായപ്പോഴേ രജിസ്റ്റർ ചെയ്ത്, പിന്നെ അന്നത്തെ സമയത്ത് ടൈപ്പ് റൈറ്റിങ്ങിനും ഒക്കെ പോയി പാസ്സായി എല്ലാം രജിസ്റ്റർ ചെയ്തു. ഇത് വേറെ ഒരു തൊഴിലും കിട്ടിയില്ല, ലിസ്റ്റിൽ പേരിട്ടതാ. നമ്മളെ പേരെന്തുവാ? എന്റെ പേര് ബേബി അമ്മ എന്നാണ്. എന്റെ മോളെ കാര്യത്തിന് അവിടെ വെളിയിട്ടാ താമസിക്കുന്നത്. എന്നും കടയ്ക്ക ചെല്ലുക, മിക്കവാറും കടയ്ക്ക പോയി സാറന്മാരെ. കടയ്ക്കൽ, കൊല്ലം ജില്ല അല്ലേ? കടയ്ക്കൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അപ്പം മോള് ഏത് വർഷമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് 48 വയസ്സുണ്ട്. പിന്നെ 10ാം ക്ലാസ് പാസ്സായപ്പോ തന്നെ കൊടുത്തതാ. വായിക്കട്ടെ. അപ്പം പിന്നെ സീനിയോറിറ്റി എന്തായാലും ഉണ്ട്. 48 വയസ്സെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഏജ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഏജ് ഓവറായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പാർട്ട് ടൈം ആയിട്ടുള്ള വേക്കൻസിക്ക് നമ്മൾ വിളിക്കത്തുള്ളൂ. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടുള്ള വേക്കൻസിക്ക് വിളിക്കണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ നിയമം അനുസരിച്ച് ഒരു ലാസ്റ്റ് ഗ്രേഡ് വേക്കൻസിക്ക് SLC പാസ്സായിട്ടുള്ള ഒരാൾ നോമിനേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അദ്ദേഹം ഒരു സ്പെഷ്യലായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നൊരു റിക്വസ്റ്റ് എഴുതി കൊടുക്കണം. താഴ്ന്ന യോഗ്യതയ്ക്ക് തയ്യാറാണ്. യെസ്, ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ലാസ്റ്റ് ഗ്രേഡ് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള റിക്വസ്റ്റ് എഴുതി കൊടുക്കണം. അപ്പോൾ ആ റിക്വസ്റ്റ് അനുസരിച്ചാണ് ബന്ധപ്പെട്ട സീനിയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ ഈ കാൻഡിഡേറ്റിനെ ഉൾപ്പെടുത്തുന്നത്. അപ്പം മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നറിയാമോ? ചെയ്ത് ഒരുപാട് പ്രാവശ്യം പോയി. സൂപ്പർ ജോലി ആയാലും മതി ചെയ്യാൻ. ഇപ്പം ജീവിതത്തിനൊന്നും ഒരു മാർഗ്ഗമില്ല. കൊച്ചുങ്ങൾ രണ്ടും പഠിക്കുന്നു, അതിനെ പഠിപ്പിക്കാൻ. ആയിക്കോട്ടെ. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ കൊല്ലത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ സീനിയോറിറ്റി ലിസ്റ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 90കളിൽ പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാരെയാണ് പാർട്ട് ടൈം വേക്കൻസിക്ക് അവിടെ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഒരു അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സീനിയോറിറ്റി ആയിട്ടില്ല. അപ്പോൾ ഇനിയും വീണ്ടും 50 വയസ്സ് വരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പാർട്ട് ടൈം ജോലിക്ക് ആളിനെ അയക്കുന്നുണ്ട്. അപ്പം 2 വർഷം കൂടെയൊക്കെ കാത്തിരുന്ന് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഏകദേശം ഒരു ഏജ് ഓവറാവാൻ നേരത്താണ് ആ ജോലിയൊക്കെ കിട്ടുന്നത്. കാരണം സീനിയോറിറ്റി ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ കുറച്ച് കാലം കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാം. ഓക്കെ. പ്രായപരിധി ഒരു പ്രശ്നം. പാർട്ട് ടൈം ജോലിക്കാണെങ്കിലും പ്രായപരിധി 50 വയസ്സ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കിട്ടണമെങ്കിൽ 50 വയസ്സാണ് മാക്സിമം. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസിൻ്റെ ലോണൊക്കെയാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാതെ. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ ജോലി കിട്ടാനുള്ള സാധ്യത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയില്ല. സാധാരണ അതിന് മുൻപുള്ള ജോലികളാണെങ്കിൽ ആ ജോലിക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിയുണ്ട്. അത് മറ്റ് ജാതി സംവരണക്കാർക്കുള്ള ഏജ് റിലാക്സേഷൻ ഓരോ വിഭാഗത്തിലുള്ള റിലാക്സേഷൻ ആർക്കൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഇത്തരത്തിലുള്ള റിലാക്സേഷൻ കിട്ടാൻ സാധ്യതയുള്ളത്? റിലാക്സേഷൻ നമ്മൾ ഏജ് റിലാക്സേഷൻ നമ്മൾ PSCയെ പോലെ തന്നെ SC അതുപോലെ ST OBC അവർക്കെല്ലാം നിയമം. പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി 10 വർഷം ഏജ് റിലാക്സേഷൻ ഉള്ളതെന്ന് വെച്ചാൽ വിഡോസിനാണ്. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 50 കഴിഞ്ഞ ഒരു വിഡോ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അത് മാക്സിമം ആണ് 50 എന്ന് പറയുന്നത്. മാക്സിമത്തിന് അപ്പുറത്തേക്ക്. അതെ. വീണ്ടും ഒരു ശ്രോതാവുണ്ട്. ഹലോ സാർ. പറയാമോ? സാർ, എന്റെ പേര് ചന്ദ്രൻ നായർ പയാതാണ്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. സാർ, ഈ നമുക്ക് ലാപ്സായി പോയ അത് പുതുക്കാനായിട്ട് ഇതുവരെയും കാട്ടാക്കട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു സംവിധാനമായിട്ടില്ല. ഇന്നും ഞാൻ വിളിച്ചിട്ടാണ് സാറിനെ വിളിക്കുന്നത്. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇന്ന് നിങ്ങൾ കാട്ടാക്കട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചപ്പോൾ എന്തായിരുന്നു അവിടെ നിന്ന് കിട്ടിയ മറുപടി? എന്തായിരുന്നു ഒന്ന് പറയൂ. ഇതുവരെ ഓർഡർ വന്നിട്ടില്ല. അതായത് ലാപ്സ് ആയ കേസ് പുതുക്കാനായിട്ടുള്ള ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. 2 മാസമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമ്മൾ കാർഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൂടുന്നുണ്ടേ പുതുക്കാവുന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുതുക്കാനായിട്ട് നമുക്ക് ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് പുതുക്കാനായിട്ട് എല്ലാ വർഷവും സർക്കാർ നമുക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കാറുണ്ട്, സ്പെഷ്യൽ ഉത്തരവ് ഇറക്കാറുണ്ട്. അപ്പോൾ താമസിയാതെ തന്നെ ഈ ആഴ്ച തന്നെ ആ ഉത്തരവ് ഇറങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പം തന്നെ ഇറങ്ങിയെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഉടനെ വരും. ഒരു 2-3 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഉടനെ ഉത്തരവ് ഇറങ്ങും കേട്ടോ. ഇല്ലല്ല, സന്തോഷം. ആയിക്കോട്ടെ. താങ്ക് യു.
അപ്പോൾ ഇത്തരത്തിൽ ലാപ്സായി കഴിഞ്ഞാൽ ഈ 3 വർഷത്തിനോ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞുള്ള ഗ്രേസ് പീരീഡായ 2 മാസത്തിനോ ഉള്ളിൽ പുതുക്കുന്നില്ല എങ്കിൽ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടുമെന്നല്ല, അവർ ലൈവ് അല്ല, പിന്നെ ലൈവല്ല, അവർ പിന്നെ എന്താണ് ലാപ്സാണ്. അവർ പിന്നെ ഒരു ലാപ്സായി കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഈ പറഞ്ഞ പോലെ സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ ഇവർക്ക് പുതുക്കാമെന്ന് പറഞ്ഞു. ആ പുതുക്കുമ്പോൾ പഴയ സീനിയോറിറ്റി നഷ്ടപ്പെടും. കിട്ടും പഴയ സീനിയോറിറ്റി ഉൾപ്പെടെ അവർക്ക് കിട്ടും, പുനഃസ്ഥാപിച്ച് കിട്ടാനായിട്ട്. പക്ഷെ അതും നമ്മുടെ എന്താണ് ഈ സാധാരണ കൃത്യമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയത് വർഷങ്ങളായിട്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഈ സ്പെഷ്യൽ ഉത്തരവ് സർക്കാർ ഇറക്കുന്നുണ്ടേ ഈ ഉത്തരവിൻ്റെ ബലത്തിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറും. അപ്പോൾ എന്താണ് സ്ഥിരമായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചാൻസ് ചെറുതായിട്ട് ഒരു മങ്ങൽ വരും. അതൊക്കെ ഇതിനകത്തുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങളാണ്, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത് തന്നെ നിയമാനുസൃതമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ഇളവാണ്, നമ്മളത് പരിഗണിച്ചേ പറ്റൂ. അത് മിക്കവാറും എല്ലാ വർഷവും നല്ല സാധ്യത എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഉടനെ ഇറങ്ങും, ഓർഡർ ഉടനെ ഇറങ്ങും. അത് കേരള സംസ്ഥാനത്തിൽ പൊതുവിൽ ഒറ്റ ഓർഡറായിട്ട് കാട്ടാക്കട അല്ല, അത് കാട്ടാക്കട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ മാത്രം പ്രശ്നമല്ല, പൊതുവിൽ എല്ലാ വർഷവും ഇറങ്ങുന്ന ഒരു ഓർഡറാണ്. എനിക്കൊന്ന് ഇന്നോ നാളെ ഇറങ്ങാൻ സാധ്യത. ഒരു പീരീഡ് വെച്ചിട്ടുണ്ട്, പീരീഡ് വെച്ചു ഇത്ര വർഷം മുതൽ ലാപ്സായ കാർഡുകൾ പുതുക്കാനായിട്ട് ഉത്തരവിറങ്ങും. അത് എല്ലാ മാധ്യമങ്ങളിലും, ഈവൻ ആകാശവാണി ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയിലൂടെ ഇത് വരാറുണ്ട്. നമ്മൾ അത്തരം അറിയിപ്പുകൾ ഉണ്ട്. അതെ അതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി തൊഴിലുമായി ബന്ധപ്പെട്ട് പുതുതായി രൂപീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു യോഗ്യത ആവശ്യമല്ലേ. ഈവൻ എഴുതാനും വായിക്കാനും പോലും അറിയണമെന്നില്ല. കാരണം അങ്ങനത്തുള്ള ജോലിക്ക് പോലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വയസ്സ് 14 പൂർത്തിയായിരിക്കണം. 14 പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളെ വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും വേണം. നമ്മൾ എവിടെയാണ് താമസിക്കുന്നതിനുള്ളതിനൊരു രേഖയും വേണം. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പേര് ഓരോ എംപ്ലോയ്മെന്റ് അവർ താമസിക്കുന്ന പ്രദേശത്താണ് സർവീസ്. അതെ കൊടുക്കുന്നത്. ഹലോ പറഞ്ഞോ. ഹലോ സാർ, ഇത് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സുജാതാന്ന് പറഞ്ഞാൽ എന്റെ മോൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ. പിന്നെ SLC കഴിഞ്ഞാൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ചെയ്തു. അല്ല, നമ്മളിപ്പം കണ്ണൂർ എവിടെയാണിത്? കണ്ണൂർ ജില്ലാ എക്സ്ചേഞ്ചിന്റെ പരിധി വരുമോ അതോ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പരിധിയിലാണോ നമ്മൾ താമസിക്കുന്നത്? എവിടെയാണ് സ്ഥലം? അപ്പോൾ തന്നെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ്. അത് സിവിൽ സ്റ്റേഷനിലാണ്. അപ്പോൾ SLC എന്ന് പറയുന്ന ആ ക്വാളിഫിക്കേഷൻ നമ്മൾ ഇതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്ത് തന്നെയായാലും നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് SLCയുടെ സർട്ടിഫിക്കറ്റും കൂടെ എടുക്കണം. കാരണം അവിടെയാണ് നമ്മൾ ഏജിൻ്റെ പ്രൂഫായിട്ട് ആ രേഖയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ നമ്മൾ SLCക്ക് ശേഷം എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആ ക്വാളിഫിക്കേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ പേര് രജിസ്റ്റർ ചെയ്യാം. പിന്നെ അതുപോലെ അമ്മ അറിയേണ്ടുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ചേഞ്ചിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഗൂഗിളിനകത്ത് കയറി employment.kerala.gov എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റ് ഓപ്പൺ ആകും. അതിനകത്ത് വരുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുൻകൂട്ടി ഇപ്പം SLC ഇപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞു, ഡിഗ്രി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് നഷ്ടം വരിക എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് ശേഷം അതുവരെയുള്ള സീനിയോറിറ്റി നഷ്ടപ്പെടും. പോയി. മറ്റൊന്നുള്ളത് ഡിഗ്രി പ്രധാന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ജോലികൾക്ക് അപ്പോഴേ പരിഗണിക്കത്തുള്ളൂ. അത് മതിയെന്ന് അവർ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് തന്നെ ഡിഗ്രി ആക്കി ഇതിനു മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്ത കുറേ ആൾക്ക് അറിയാം. നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ റേറ്റ് അറിയാമല്ലോ, വളരെ കൂടുതലാണ്. നമ്മൾ പിന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണ് നമ്മളത്. അതൊക്കെയാണ് നമ്മൾ എന്നെ നേരിടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഒന്നുമില്ല. എനിക്ക് തൊഴിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന തൊഴിൽ ഞാൻ അങ്ങോട്ട് തിരഞ്ഞെടുക്കുന്ന പോലെ അതോ ലഭ്യമായ തൊഴിൽ ഇങ്ങോട്ട് കൊടുക്കാന്നുള്ളതാണ്. അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഉദ്യോഗദായകൻ നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നു. വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലായിരിക്കും ഇത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഈ വേക്കൻസി നോട്ടിഫൈ ചെയ്യും. വേക്കൻസി നോട്ടിഫൈ ചെയ്തതിന് ശേഷം അത് സബ് ഓഫീസുകളിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ സബ് ഓഫീസിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ഉൾപ്പെടെ ജില്ലാ എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കും. ജില്ലാ എക്സ്ചേഞ്ചാണ് ഇത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഉദ്യോഗദായകന്
ലിസ്റ്റ് കൊടുക്കുന്നത്, ജില്ലാ എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസിലും. നമ്മൾ ചിലപ്പോൾ ഒരു 5 ഒഴിവായിരിക്കും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടുന്നത്. പക്ഷേ എല്ലാ ഓഫീസുകളിൽ നിന്നും ലിസ്റ്റ് വരുന്നുണ്ട് 5 ഒഴിവെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പോകുന്ന കാൻഡിഡേറ്റ് ചിലപ്പോൾ 50 ആയിരിക്കും. പക്ഷേ 5 ഒഴിവേ ഉള്ളൂ, അവർ 5 വരെ എടുക്കത്തുള്ളൂ. അതിനകത്ത് കമ്മ്യൂണിറ്റിയുടെ റൊട്ടേഷനുണ്ട്, സംവരണമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നതായിരിക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നയിച്ചു പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പരാതി അത് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കുറേ കൂടെ ഉള്ളിലേക്ക് കടന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. 5 വേക്കൻസി 50 പേര്, അവർ 50 പേര് എടുക്കത്തില്ല, 5 വരെ എടുക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നു. അടുത്ത ശ്രോതാവിലേക്ക് കടക്കാം. ഹലോ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് ഇളമാട് എന്ന സ്ഥലത്താണ്. ഇളമാട് എൻ്റെ പേര്. ഞാൻ 84 രജിസ്ട്രേഷൻ ചെയ്ത് പറയാതിരിക്കാൻ പറയത്തില്ല, സ്ഥലം കുറഞ്ഞ സുഖമാണ്. അത് എന്റെ സീനിയോറിറ്റി എല്ലാം നഷ്ടപ്പെട്ടു. അന്നേരം പിന്നെ ഭിന്നശേഷിപ്പെട്ട ആളാണ്. ടൈപ്പ് റൈറ്റിംഗ് എല്ലാം പാസ്സായിരുന്ന ഹയർ എല്ലാം പാസ്സായ ആളാണ്. എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ എംപ്ലോയ്മെന്റ് വരി എനിക്ക് ഇന്റർവ്യൂവിന് ക്ഷണിച്ചുള്ളൂ, പാലക്കാട്. അത് ഏത് പോസ്റ്റായിരുന്നു സാറേ? ക്ഷണിച്ചിട്ടില്ല. അത് ടൈപ്പിസ്റ്റ് ആയിട്ട്. അത് 1-2 വേക്കൻസി ഉള്ളായിരുന്നു. ടെസ്റ്റുകള് കിട്ടിയ ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കിട്ടി അങ്ങനെ പോയിട്ട് കിട്ടിയില്ല. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ പാർട്ട് ടൈം ജോലിക്കായിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടും അതും കിട്ടിയില്ല. പിന്നെ അവസാനം ഞാൻ ചെന്നപ്പോഴത്തേന് എന്നോട് പറഞ്ഞ സീനിയോറിറ്റി നഷ്ടപ്പെട്ട്, പിന്നെ നഷ്ടപ്പെട്ടതല്ല, അതിന്റെ സമയം കഴിഞ്ഞു പോയി, പ്രായം കഴിഞ്ഞു പോയി. ഇനി സാധാരണ പിന്നെ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ഈ ലോണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. കൈവല്യ ലോണായിരിക്കും. കൈവല്യ എന്ന് പറയുന്ന ലോണല്ലേ? കൈവല്യ. ബിസിനസ് ചെയ്യാനായിട്ട്. അതെ. ഒരു 50,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ 25,000 രൂപ സബ്സിഡി ഇനത്തില്. അങ്ങനെ എനിക്കാണെങ്കിൽ സുഖമില്ലാത്ത മെഡിക്കൽ കോളേജിലെ അതിന്റെ പേര് അത് ബിസിനസ് ചെയ്യാനും പറ്റില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 25,000 രൂപയില് അത് കുറെ അടച്ചു. പിന്നെ എനിക്കിപ്പോ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ കിടക്കുക, ഒട്ടും പറ്റാത്തൊരു യൂസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇത് അടച്ചില്ലെങ്കിൽ പിന്നെ 50,000 രൂപ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആൾക്കാർക്കും നമുക്ക് സർക്കാർ ജോലി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് ഏതെങ്കിലും ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ട് സ്വയം തൊഴിൽ പദ്ധതിക്ക് പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾക്കുള്ളത്. അപ്പം നമുക്ക് ഭിന്നശേഷിക്കാർക്കായിട്ട് കേരളത്തിൽ 6 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ് ഉള്ളത്. അപ്പം ഇവരുടെ തൊഴിലില്ലായ്മ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ, സ്വയം തൊഴിലിലൂടെ പരിഹരിക്കാനായിട്ട് വകുപ്പ് നടപ്പാക്കിയ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്ന തൊഴിൽദാന പദ്ധതി. അതെ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒരു ഏജൻസിയും വഴിയല്ല, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നേരിട്ടാണ് ഈ ഉപഭോക്താക്കൾക്ക് ഈ 50,000 രൂപ കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് 50% സബ്സിഡി. അതായത് 50,000 രൂപ വാങ്ങിയാൽ നിങ്ങൾ 25,000 രൂപ തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ചെറിയ ഏതാണ്ട് 400 രൂപ അല്ലെങ്കിൽ 350 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് അനുസരിച്ചാണ് ഇത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടുന്നത്. അത് കൃത്യമായിട്ട് അടയ്ക്കേണ്ടുന്ന ബാധ്യത ലോൺ എടുത്ത ആൾക്കാർക്കുണ്ട്. കാരണം ഇത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ, ഇതിന് പലിശയില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പലിശയില്ലാത്തൊരു ലോണാണ് സർക്കാർ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പം നമുക്ക് ചിലപ്പം ലോൺ അടയ്ക്കാനായിട്ട് 1-2 മാസമൊക്കെ വീഴ്ച ഒന്നൊന്ന് വരാം, സ്വാഭാവികം. പക്ഷേ ഒരു കാരണവശാലും ഈ ലോൺ നിങ്ങൾ തിരിച്ചടയ്ക്കാതിരിക്കലും. കാരണം നമുക്കറിയാം സർക്കാരിൻ്റെ പൈസ കൊണ്ട് തീർച്ചയായിട്ടും അത് സർക്കാർ അത് ഈടാക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുകൊണ്ട് കുറേശ്ശെയെങ്കിലും തവണയായിട്ട് അടച്ച് ആ ലോൺ ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അല്ലെങ്കിൽ അത്രയ്ക്ക് നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാരിന് തന്നെയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ളത്. അതായത് സർക്കാരിലേക്ക് നിങ്ങൾ എഴുതുക, സർക്കാർ നിങ്ങളെ ലോൺ എഴുതി തള്ളാൻ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്തു തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സർക്കാരിൻ്റെ പൈസയാണ്, സർക്കാരാണ് തീരുമാനം എടുക്കുന്നത്. ഇത് 50,000 രൂപയ്ക്ക് നിങ്ങൾ 25,000 രൂപ അടച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള കുറേ ഇളവുകളുണ്ട്. ബാക്കിയും കൂടെ അടയ്ക്കാൻ നോക്കും. പക്ഷേ എത്രയും പെട്ടെന്ന്
അല്ലെങ്കിൽ ഇന്ന തവണ കാര്യം ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു അടച്ചിരുന്നാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഏത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? കൊട്ടാരക്കര ആയിരിക്കും അല്ലേ? കടക്കൽ. അപ്പോൾ ഇടയ്ക്ക് കടക്കൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പോവുക, ഓഫീസറെ കാണുക, അല്ലെങ്കിൽ ഫോൺ വഴി ഓഫീസറെ എന്ന് വിളിച്ച് പറയാണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് റവന്യൂ റിക്കവറിക്കൊന്നും ഇത് അയക്കലും, ഞാൻ ഉടനെ തന്നെ പൈസ അടയ്ക്കുന്നതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം റവന്യൂ റിക്കവറിക്കൊക്കെ ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇരട്ടി പൈസ അടയ്ക്കേണ്ടി വരും. അവർക്ക് RR കമ്മീഷനുണ്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തുച്ഛമായ പൈസയാണ് എന്നറിയാമല്ലോ, അതുകൊണ്ട് കഴിയുന്നതും അതങ്ങ് അടക്കി കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അതൊക്കെ വരും, പക്ഷേ അതൊക്കെ ജീവിതമല്ലേ, നമുക്ക് ചില തിരിച്ചടികളൊക്കെ സംഭവിക്കാം, നമ്മളത് നേരിടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലോൺ തിരിച്ചടവിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് അതിലേക്ക് എത്തുക. അപ്പോൾ ഈ പറഞ്ഞ സാധാരണ നമുക്ക് കിട്ടുന്ന ജോലി കിട്ടുന്ന ഒരു കാലാവധി കഴിഞ്ഞിട്ട് മാത്രമാണ് ലോൺ കൊടുക്കുന്നത്, അതിന് മുമ്പ് തന്നെ? അതിന് മുമ്പ്. അപ്പം അങ്ങനെ ഒരാൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ കൊടുക്കുക. അത് ഈ പറഞ്ഞ ഭിന്നശേഷിക്കാർക്ക് മാത്രമാണോ? അല്ല, നമുക്ക് വേണ്ട സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് എല്ലാം കൂടെ ഏകദേശം 5 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമാണ് ശരണ്യ എന്ന് പറയും. പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ വിധവകൾ, അതേപോലെ തന്നെ വിവാഹമോചനം നേടിയ സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാവുകയോ ചെയ്തവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകൾ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഭിന്നശേഷിക്കാരായ വനിതകൾ, ശയ്യാലംബരും നിത്യരോഗികളുമായിട്ടുള്ള, അതായത് അക്യൂട്ട് കിഡ്നി പ്രോബ്ലം, ക്യാൻസർ, മാനസിക രോഗം, ഹീമോഫീലിയ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയുള്ള ഈ രോഗങ്ങളൊക്കെയുള്ള ഭർത്താക്കന്മാരുള്ള വനിതകൾ, ഇങ്ങനെയുള്ള വനിതകൾക്കാണ് നമ്മൾ ഈ ശരണ്യ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലോൺ കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഇത് അവർക്കിപ്പം പിന്നെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങി ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് അവിടെ നമ്മൾ 50,000 രൂപയാണ് കൊടുക്കുന്നത്. ഇവിടെ അട്രാക്ഷൻ എന്താണ്? 50% സബ്സിഡിയാണ് ഇതിനുള്ളത്. 25 അവർക്ക് ചെറിയൊരു ആട് വളർത്തലോ പശു വളർത്തലോ അങ്ങനത്തുള്ള ചെറിയ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ തന്നെ ബേക്കറിക്ക് ആവശ്യമുള്ള പലഹാരങ്ങൾ ഒരുപാട് തന്നെ സ്കീംസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു 450 രൂപ അല്ലെങ്കിൽ 320 രൂപയൊക്കെയാണ് ഇതിന് തിരിച്ചടവ് വരുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാവുന്നത്. ഇത് വളരെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ലോണാണ് ഈ ശരണ്യ ലോൺ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണമായിരിക്കും? അതിനൊരു പിന്നെ പ്രത്യേക ആപ്ലിക്കേഷൻ. ഇതിൻ്റെ അർഹത എന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്കീമായാലും എംപ്ലോയ്മെൻറ്റ് വകുപ്പിന് 5 സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമാണുള്ളത്. ഏത് സ്കീമായാലും ഇത് അവൈൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ആദ്യം അത് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ അപേക്ഷ പുതുക്കി ലൈവായിരിക്കണം. വേറൊരു കാര്യമുണ്ട്, ഈ ലോണൊക്കെ എടുക്കാനായിട്ട് ഒരു പക്ഷേ നമ്മളെ രജിസ്ട്രേഷൻ ലാപ്സ് ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, സീനിയോട്ട് പോകുന്നുള്ളൂ. പക്ഷേ ലോണിന് എടുക്കാനുള്ള ക്വാളിഫിക്കേഷനായി. ഇപ്പോൾ ലാപ്സായി കിടന്ന ഒരാൾക്ക് ലോണിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പോയി രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തത് അന്ന് മുതലുള്ള സീനിയോട്ട് കിട്ടും. പക്ഷേ കാർഡ് ലൈവായി. അപ്പോൾ നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരണ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപേക്ഷക വിദ്യാർത്ഥിയാവാൻ പാടില്ല. പ്രായപരിധി 18-നും 55-നും മധ്യേ ആയിരിക്കണം. അവിവാഹിതരായ സ്ത്രീകൾക്ക് 30 വയസ്സ് കഴിഞ്ഞിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. അത് വലിയ വശ സർട്ടിഫിക്കറ്റുമാണ്. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. വായ്പാ തുക പരമാവധി 50,000 രൂപ വരെ പലിശരഹിത വായ്പയാണ്. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റേ ഇല്ല. ഇതും നമ്മളെ വകുപ്പ് നേരിട്ട് കൊടുക്കുന്ന ലോണാണ്. വകുപ്പ് നേരിട്ട് കൊടുക്കുന്ന 2 ലോണുകളിൽ ഒന്ന് ഇത് തന്നെയാണ്. ഒന്ന് ശരണ്യയും പറഞ്ഞ കൈവല്യം. അപ്പോൾ ഇതിനകത്ത് പരമാവധി നമുക്ക് 50,000 രൂപ വരെ പലിശരഹിത വായ്പ അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോജക്റ്റ് നമ്മൾ പരിശോധിച്ചു. ഒഴിച്ചുകൂടാവാൻ ആകാത്ത സാഹചര്യത്തിൽ 1 ലക്ഷം രൂപ വരെ കിട്ടും. പക്ഷേ ഇതൊരു കമ്മിറ്റി ചെയ്ത് അപ്രൂവ് ചെയ്യുന്നത്. ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ, ഇവർ കൊണ്ടുവന്ന പ്രോജക്റ്റ് വയബിളാണെന്ന് ബോധ്യപ്പെടുവാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ അനുവദിക്കാനുള്ള അധികാരം ഇത് അപ്രൂവ് ചെയ്യുന്ന കമ്മിറ്റിക്കുണ്ട്. നമുക്ക് അടുത്തൊരു ശ്രോതാവിൻ്റെ കോൾ എടുക്കാം. ഹലോ. പറയാമോ? എവിടെ നിന്നാണ്?
ഞാൻ ശ്രീകാര്യത്തിന് വിളിക്കുന്ന സാർ, ഉള്ളൂർ ശ്രീകാര്യം. ശ്രീകാര്യം ട്രിവാൻഡ്രം. ഓ, പറഞ്ഞോ. നമസ്കാരം സാർ. ഞാൻ 89 ഞാൻ രജിസ്റ്റർ ചെയ്തതാണ് സാറേ. ആ ആ എനിക്ക് ഇതിനാലിടയ്ക്ക് 2008 സെക്രട്ടേറിയറ്റില് പിയൂണായിട്ട് എനിക്ക് 6 മാസം ജോലി കിട്ടിയായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം എന്നെ ഇതുവരെ എംപ്ലോയ്മെന്റിൽ നിന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഇത് പുതുക്കാനൊക്കെ പോകുമ്പോഴത്തേക്കെല്ലാം അവര് പറയും 84-ലുള്ളവരെ വിളിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ ലാസ്റ്റ് പുതുക്കേണ്ടത് 2024 മാർച്ചിലായിരുന്നു. അപ്പൊ എനിക്കിപ്പോ 53 വയസ്സായി. ഞാൻ പിന്നെ അതിനുശേഷം ഇതുവരെയും പോയില്ല. മാഡം, ഞാൻ ഇനി സാറിന്റെ അടുത്ത് ചോദിക്കുന്നത് ഇനി അത് പുതുക്കണോ വേണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയാം. അതായത് നമ്മുടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നമുക്ക് ഏത് ജോലിയായാലും മാക്സിമം 50 വയസ്സ് വരെ നമ്മൾ പരിഗണിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് 53 വയസ്സായെന്ന് മാഡം ഇപ്പോൾ പറയുന്നു. പക്ഷെ നമുക്ക് 53 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നവജീവൻ എന്ന് പറയുന്ന ഒരു ലോൺ സ്കീമുണ്ട്. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പിന്നെ ജോലിയൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ അതിൻ്റെ അർഹത ഇതൊക്കെയാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രായപരിധി 50-നും 65-നും ഇടയ്ക്ക്. നമ്മൾ ആലോചിക്കുക, 50-നും 65-നും ഇടയ്ക്ക് പ്രായം ഉണ്ടായിരിക്കണം. വ്യക്തിഗത വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് 25% വനിതകൾക്ക് ഇതിനകത്ത് സംവരണമുണ്ട്. അതുപോലെ തന്നെ 25% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കാറ്റഗറിക്കും മുൻഗണനയുണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പോൾ അത് ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിനകത്ത് പിന്നെ ഒരാൾ SC ST ആണോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ SC. അപ്പോൾ എന്തായാലും നമുക്കതിന് തൊഴിൽപരമായിട്ട് അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നമുക്കതൊരു മുൻഗണന കിട്ടും. പക്ഷേ ഏജ് ഓവർ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏജ് ഓവർ അല്ലേ, അപ്പം ഏജ് റിലാക്സേഷൻ ഇല്ല അതിനകത്ത് കേട്ടോ. അതുപോലെ തന്നെ ഈ ലോണിൻ്റെ പ്രത്യേകത 25% സബ്സിഡി ഉണ്ട് ഇതിനകത്ത്. 25% സബ്സിഡി ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചടവും പലിശയും ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. നമ്മളത് നവജീവൻ എന്ന് പറയുന്ന ഈ ലോൺ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് നേരിട്ട് കൊടുക്കുന്ന ഒരു ലോണല്ല. ഇത് നമ്മൾ ബാങ്ക് വഴിയാണ് ഈ ലോൺ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് ആവുന്നതിന് തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവർ പലിശ ഈടാക്കും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വകുപ്പിലെ ഒരു കമ്മിറ്റിയാണ് ഈ ലോൺ പാസ്സാക്കുന്നത്. ലോൺ പാസ്സാക്കിയിട്ട് നമ്മളിത് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും. അപ്പം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് വേണം എന്താണ് ഈ ലോണിൻ്റെ ബാക്കി തുടർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എത്ര രൂപ വരെ ലോൺ? 50,000. അല്ല, ഈ ലോൺ വേണമെങ്കിൽ കാർഡ് പുതുക്കിയിരിക്കണം, കാർഡ് ലൈവായിരിക്കണം. ലാപ്സായ കാർഡിന് ലോൺ കൊടുക്കാൻ പറ്റില്ല. ഞാൻ 24 പുതുക്കാനുള്ളത് ഞാൻ പുതുക്കിയില്ല. 24 ഏത് മാസം പുതുക്കാനുള്ളത്? മാർച്ച് മാസത്തിലായിരുന്നു. മാർച്ച് മാസം. നമ്മുടെ പിന്നെ കാസ്റ്റ് ST അല്ലെങ്കിൽ SC ആണെങ്കിൽ 1 വർഷമുണ്ട്. 25 മാർച്ച് ആയിട്ടില്ല. 1 വർഷമുണ്ട് പുതുക്കാം, പ്രശ്നമൊന്നും. അതെ. നമ്മൾ ST അല്ലെങ്കിൽ SC കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ ആ കാർഡ് ഇപ്പോഴും ലാപ്സ് അല്ല, പുതുക്കാവുന്നേ ഉള്ളൂ. പോയി ഞാൻ പറയുന്നത് എന്തായാലും പുതുക്കിയിട്ടേരെ. നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഒരു സങ്കല്പത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സർക്കാരിന് തോന്നുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കൊടുക്കുന്ന പ്രായപരിധി 50-ൽ നിന്നും 55 ആക്കാം. എന്നിട്ട് ഓർഡർ വന്നാലോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാർഡ് ഒരിക്കലും പുതുക്കാറില്ല, പുതുക്കിയാലേ കേട്ടോ. കാര്യം എന്താ, നമ്മൾ അതെ. അത് ഇതുപോലത്തെ ഒരു അവസരം വന്നാൽ പിന്നെ നമ്മൾ അന്ന് ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു കണക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും പുതുക്കിയാലേ പോയി കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പറയും. ലോൺ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, പൊതുവിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതുകൂടാതെ തന്നെ നമ്മൾ മറ്റുള്ളവർ ജോലി ലഭിക്കാനുള്ള ആൾക്കാർക്ക് പ്രോത്സാഹനം നമുക്ക് കരിയർ ഗൈഡൻസ് ഉണ്ട്. അത് ഞാൻ പറയാം. നമ്മുടെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റ് എന്നും പറഞ്ഞ് പ്രത്യേക യൂണിറ്റ് ഉണ്ട്. സ്റ്റേറ്റ് വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസൃതമായ തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനും തൊഴിൽപരമായ പുരോഗതി കൈവരിക്കുന്നതിനും ആവശ്യമായ വിധത്തിലുള്ള തൊഴിലുകളെ പറ്റിയുള്ള അറിവ്, തൊഴിൽ നില, അതേപോലെ ഉപരിപഠനം, പരിശീലന സൗകര്യങ്ങൾ, സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാമൂഹിക സംഘടനാ പ്രവർത്തകർക്കും
നമ്മുടെ ഓഫീസർമാരെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക സെക്ഷനാണത്. അത് ജില്ലാ തലത്തിലുള്ള ആ ഓഫീസിൽ ജില്ലാ തലത്തിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വൊക്കേഷണൽ ഗൈഡൻസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അതേപോലെ തന്നെ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റും ഉണ്ട്. അവിടെ എല്ലാം ഓരോ ഓഫീസർമാരുണ്ട്. അപ്പം നമ്മൾ ചെന്നാൽ വ്യക്തിപരമായി നമുക്ക് വിവരങ്ങൾ കിട്ടാൻ മാർഗമുണ്ട്. ഇതുകൂടാതെ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കും. ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർമാർ എല്ലാ സ്കൂളുകളിലും പോയി കോളേജുകളിലും പോയി ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർ വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ PSC കോച്ചിങ് അവിടെ നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. ഒരാൾ കൂടി ലൈനിലുണ്ട്. ഹലോ, പറയാമോ, എവിടെ നിന്നാണ്? ഞാൻ ആലപ്പുഴ ജില്ല പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ എനിക്ക് എന്റെ മോടെ കാര്യം ചോദിക്കാന്. പറഞ്ഞോളൂ. അവള് MSc കഴിഞ്ഞതാ. പിന്നെ 2-3 പ്രാവശ്യം ലിസ്റ്റിലും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വിളിച്ചിട്ടില്ല. ട്രാൻസ്പോർട്ട് കണ്ടക്ടർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചത്. അതിന് അവർക്ക് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു, അന്നും വിളിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ടീച്ചറിന്റെ അത് തിരുവനന്തപുരത്തായിരുന്നു അതിന്റെ ഇന്റർവ്യൂ. അതും പക്ഷെ അതിനും വിളിച്ചല്ല. 2002 ടീച്ചറിന്റേതൊക്കെ. അപ്പൊ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് 30-35 വയസ്സ് ആയി. ഓക്കെ, ഞാൻ പറയാം. അതായത് അമ്മ പറഞ്ഞതനുസരിച്ച് മോളുടെ ക്വാളിഫിക്കേഷൻ MSc ആണ്. MSc B.Ed ഉണ്ട്. MSc B.Ed ആണ്. വളരെ വളരെ ഉയർന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ കീഴിൽ റീജിയണൽ അടിസ്ഥാനപ്പെടുത്തി, അതായത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയും. അവിടെ എന്ന് വെച്ചാലും പിന്നെ B.Tech അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിഗ്രിയുള്ള MBBS ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പിന്നെ അവിടെ പോയിട്ട് തൊഴിൽ സഹായം നേടാവുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ MSc ആണെങ്കിൽ MScക്ക് സെക്കൻഡ് ക്ലാസ് വേണം. MSc ആണെങ്കിൽ MScക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിൽ വെരി ഗുഡ്. അപ്പോൾ എന്തായാലും മോള് ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തായാലും അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചുള്ള വേക്കൻസികൾക്ക് മോക്ക് നോമിനേഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാർഡ് പുതുക്കുന്നുണ്ടോ അമ്മ? അപ്പോൾ എന്തായാലും പിന്നെ ലാപ്സാവാതെ കാർഡ് പുതുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. കാരണം ഒരുപക്ഷെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ സമയത്ത് നമ്മളെ കാർഡ് ലാപ്സ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ 35 വയസ്സെന്നുള്ള ഒരു പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത് ഏജ് ഓവർ ആയില്ലല്ലോ. ഏജ് ഓവർ ആയിട്ടില്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ആർക്കൊക്കെ അത് രജിസ്റ്റർ ചെയ്യാവുന്നത്? പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർക്ക്. പ്രൊഫഷണൽ ഇപ്പം നമുക്ക് B.Ed പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ട് കണക്കാക്കാം. അതെ. അതുപോലെ തന്നെ പിന്നെ PG സെക്കൻഡ് ക്ലാസ് ഉള്ളവർക്കും സെക്കൻഡ് ക്ലാസ് നമുക്ക് അവിടുന്ന് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാരോ ഒഴിവുകൾ, അതുപോലെ വെറ്റിനറി ഡോക്ടർമാർ ഒഴിവുകളൊക്കെ ഒരുപാട് നമുക്ക് ധാരാളം റിപ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നാണ് ഈ 3 എക്സ്ചേഞ്ചുകളും. ഏതൊക്കെയാണ്? കോഴിക്കോടുള്ള പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്. ആ റീജിയൻ ബേസ്ഡ് ആണത്. അടുത്ത ഒരു ശ്രോതാവ് വളരെ പെട്ടെന്ന് ഒരാളുടെയും കൂടി. ഹലോ, പറയാം വേഗം. സാറേ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിളിക്കുവാണേ. എന്റെ മോന് വേണ്ടിട്ട് വിളിക്കുവാണ്. എന്റെ മോന് ഇപ്പൊ 32 വയസ്സായി. അവന് പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MEP HVAC കോഴ്സും കഴിഞ്ഞു. അതിന് ഒരു കമ്പനിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു കൈക്കൊരു വേദന വന്ന് അത് പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ അത് ഒരു കൈയുടെയും ഒരു കാലിന്റെയും ചലനശക്തി ഭാഗികമായിട്ട് പോയിട്ടില്ല, നടക്കും. കൈക്ക് ഒരു ചെറുതായിട്ടൊരു കുഴപ്പമുണ്ട്. എന്നാലും ഞങ്ങള് പിന്നെ അവന് എംപ്ലോയ്മെന്റില് പേര് രജിസ്റ്ററുണ്ട് 2011 തൊട്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ എംപ്ലോയ്മെന്റിന് ജോലിക്ക് 6 മാസത്തെ കോഴ്സിന് വേണ്ടിയോ 6 മാസത്തെ തൊഴിലിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ വിളിച്ചിരുന്നു വാട്ടർ അതോറിറ്റിയിൽ. അതിനൊക്കെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഇപ്പൊ ഒരു പുതുതായിട്ടൊരു ഇതുവരെ പിന്നെ വിളി വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഡിസബിലിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവന് ചെയ്യാൻ പറ്റുമോ കിട്ടുമോ അതൊന്നറിയാം. മോൻ്റെ ക്വാളിഫിക്കേഷൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ്. എവിടെയാണ് താമസിക്കുന്നത്? ആലപ്പുഴ അല്ലേ? പത്തനംതിട്ട. അപ്പോൾ അത് പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ടുന്നത് ട്രിവാൻഡ്രത്തുള്ള പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ്. അവിടെ പോകണമെന്നില്ല, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പത്തനംതിട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചെന്നാലും അവിടെയും ഈ സൗകര്യമുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി ഏതോ ഒരു അറിയത്തില്ല അവിടെ പോയി രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ അവിടെ നിന്ന് ഒരു വിളി വന്നിട്ടില്ല. ഈ രജിസ്റ്റർ ചെയ്ത് പുതുക്കുന്നുണ്ടോ അമ്മ?
പുതുക്കുന്നുണ്ട്. ഇപ്പൊ ഇനി 2023 വരെ ഞങ്ങൾ പുതുക്കിയിട്ടുണ്ട്. 23 പുതുക്കി, അപ്പോൾ 23, 24, 20, 26 പുതുക്കിയാൽ മതി കേട്ടോ. മോൻ്റെ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ ME ചികിത്സയുടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഈ കൈക്കൊരു വേദന വന്നു. പിന്നെ ഇതിന്റെ സ്പൈനൽ കോണിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ കൈയുടെ ഒരു ഇത് വന്നത്. അപ്പൊ അതിന് അവൻ ഭാഗികമായിട്ട് ഭയങ്കര തളർച്ച, ഒരു വിഷമമാണ്. ഇപ്പൊ ജോലിക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതിന്റെ ഞങ്ങളുടെ കാലശേഷം അവൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ഗവൺമെന്റ് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര ഒരു വിഷമം. അത് കിട്ടിയിരുന്നെങ്കിൽ അല്ല, മോൻ്റെ ക്വാളിഫിക്കേഷൻ ഉന്നതമായ ക്വാളിഫിക്കേഷനാണ്. അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില തിരിച്ചടികളൊക്കെ നമുക്ക് ചിലപ്പം വരാറുണ്ട്. പക്ഷേ അതൊന്നും കണ്ടിട്ട് ഒരിക്കലും നമ്മൾ മാനസികമായിട്ട് തളരാൻ പാടില്ലമ്മ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചേർക്കണം. അതാണ് വേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്ത ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവിലേക്ക് വായിക്കും. അതുകൊണ്ട് അമ്മ എന്തായാലും സങ്കടപ്പെടാതെ നല്ല പ്രതീക്ഷയോട് ഇരുന്നാൽ മതി കേട്ടോ. ഓക്കെ. നമ്മൾ തിരുവനന്തപുരത്ത് എവിടെയാണ് അത് പോയി തിരക്കേണ്ടത്? ഈ പ്രൊഫഷൻ അത് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. തിരുവനന്തപുരത്ത് തമ്പാനൂര് KSRTC ബസ് സ്റ്റാൻഡിന്റെ 9ാമത്തെ ഫ്ലോറിലാണ് ഈ ഓഫീസ് ഉള്ളത്. പോയി തിരക്കി അത് ചെയ്തതാണ് സാറേ. ഇപ്പൊ 2 വർഷമായി ഇതുവരെ അവിടുന്ന് കോള് വന്നിട്ടില്ലല്ലോ. അതെനിക്ക് തോന്നുന്നു. പിന്നെ എന്താണെന്നറിയോ, മോൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കിട്ടും. ഓക്കെ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു പരിപാടിയിൽ വീണ്ടും ഒന്നിക്കാം. എന്തായാലും വളരെയധികം ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിളിച്ചവരെക്കാളേറെ ഇത് കേൾക്കുന്ന ധാരാളം പേരുടെ തീർച്ചയായിട്ടും പരിഹരിക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ വിവരങ്ങൾ പങ്കുവച്ച തിരുവനന്തപുരത്തെ എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഡിവിഷണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ബൈജു ചന്ദ്രന് ശ്രോതാക്കളുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. സന്തോഷം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിലെ ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീ R ബൈജു ചന്ദ്രൻ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.